നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം വാരിക്കോരി നൽകിയ പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യ ഉദ്യാനമാണ് വയനാട്. കാനനവും കാട്ടാറും ഗിരിനിരകളുമായി പച്ച പുതച്ച വയനാട്. ചരിത്രവും മിത്തുകളും ഇടകലർന്ന ഈ നാടിൻ്റെ ഭൂമികയിലേക്ക് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവങ്ങളുമായി കുടിയേറ്റം നടത്തിയ ഒരു ജനത. അതിജീവനത്തിൻ്റെ നെരിപ്പോടുകൾക്ക് മേൽ കൂടെ കൂട്ടിയ പുണ്യവാളൻ്റെ അനുഗ്രഹങ്ങൾ ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമാവുകയായിരുന്നു. സെയിൻറ്റ് ജൂഡിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗരിമ ഇന്ന് ലോകമെമ്പാടും കേൾവി കൊണ്ടതാണ്. ഇതരഗണ വിശ്വാസികൾക്കും അവരുടെ മാനസിക സംഘർഷ നിമിഷങ്ങളിൽ ഓടിയണയാൻ, നിലവിളിച്ചപേക്ഷിക്കാൻ ചുണ്ടയിൽ സെയിൻറ്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അകത്തളങ്ങളും വരാന്തകളും സദാ സജ്ജമായിരിക്കുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തതും തെക്കേ ഇന്ത്യയിലെ ആദ്യത്തതുമായ പുരാതനമായ ഒരു ദേവാലയമാണ് ചുണ്ടയിലെ വിശുദ്ധ ഈ തീർത്ഥാടന കേന്ദ്രം. ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ നൊറോണ അച്ഛൻ്റെ പേര് നമ്മൾ പരാമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹമാണ് ഒരു പ്രാർത്ഥനാലയം ഇവിടെ ആരംഭിച്ചതും ഇപ്പോൾ ചാരിറ്റി സഭയുടെ കോൺവെൻറ്റ് നിൽക്കുന്ന ആ സ്ഥലത്ത് ആ പ്രാർത്ഥനാലയം പിന്നീട് ഒരു ദേവാലയമായി ഉയർത്തപ്പെട്ടു. 1935 വിക്ടർ റൊസാരിയോ അച്ഛനാണ് ഒരു ദേവാലയം പണിയുവാനായിട്ട് 5 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഇവിടെ ഒരു ദേവാലയത്തിന് നിർമ്മാണം ആരംഭിച്ചത്. 1953 അലോഷ്യസ് സിൽവ ഈശോസഭാംഗമായ അദ്ദേഹമാണ് ഈ പുതിയ ദേവാലയത്തിലെ ആദ്യത്തെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഈ ദേവാലയത്തിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചിട്ടുള്ള വളരെ ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ഇറ്റലിക്കാരനായ ബ്രദർ ബെഞ്ചമിൻ എന്ന ഒരു ഈശോസഭാംഗമാണ് അത് വരച്ചത്. അതിൻ്റെ പ്രത്യേകത പഴച്ചാറുകൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം വരയ്ക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ നിറത്തിന് മങ്ങലേൽക്കാതെ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി വിശ്വാസികളുടെ ഒരു അഭയകേന്ദ്രം കൂടിയാണ് വിശുദ്ധ ഈ തീർത്ഥാടന കേന്ദ്രം. കേരളത്തിലുടനീളമുള്ള വിശുദ്ധ ഭക്തർ ഇവിടെ സന്ദർശിക്കുകയും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും പുണ്യവാളിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലെ ഇവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ രാവിലെ 7 മണിക്കും 10:30 മണിക്കും വൈകിട്ട് 4 മണിക്കും വിശുദ്ധ ബലിയും നൊവേനയും അനേകം തീർത്ഥാടകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വലിയ ആത്മീയ നിറവ് കൂടിയാണ്. കാരണം എല്ലാ തീർത്ഥാടകരും ഇവിടെ വന്ന് വിശുദ്ധ കുമ്പസാരം നടത്തിയാണ് ഈ നൊവേനയിലും ഈ വിശുദ്ധ ബലിയിലും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു വലിയ നിറവിൻ്റെ സാന്നിധ്യം കൂടിയാണ് ഈ തീർത്ഥാടന കേന്ദ്രം. ഈ മക്കൾക്കെല്ലാവർക്കും ഇതൊരു അഭയകേന്ദ്രമാണ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് വിശുദ്ധ യൂദാശ്ലീഹ അറിയപ്പെടുന്നത്. യേശുവിൻ്റെ അരുമശിഷ്യനും സഹോദരനുമായ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിരന്തരമായി ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് അനേകം തീർത്ഥാടകരെ ഈ ഒരു ദേവാലയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട് രൂപതയുടെ ഭാഗമായ ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക കാര്യങ്ങൾ പാരിഷ് കൗൺസിലിലൂടെയും ശുശ്രൂഷ സമിതികളിലൂടെയുമാണ് നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ ശുശ്രൂഷ സമിതി, വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി, അജപാലന ശുശ്രൂഷ സമിതി, ദാമ്പത്യ ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ സമിതി, യുവജന ശുശ്രൂഷ സമിതി എന്നിങ്ങനെ ശുശ്രൂഷ സമിതികളിലൂടെയും കുടുംബ യൂണിറ്റിൻ്റെയും നിസ്തുലമായ പ്രവർത്തനത്തിലൂടെ ആത്മീയമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക്
ഈ ഇടവക സഹായമേകുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ഏറ്റവും സ്നേഹോഷ്മളമായി അവരെ സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈ വിശുദ്ധൻ്റെ സഹായം ഈ ഇടവകയ്ക്ക് ധാരാളമായിട്ട് നൽകുന്നു. അതിന് ഈ ഒരു തീർത്ഥാടന കേന്ദ്രം ദൈവം തിരഞ്ഞെടുത്തതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ലാസ്യഭംഗിയുടെ ആരവങ്ങളിൽ കലയുടെ നൂപുരധ്വനിയുടെ ചടുലതാളം, മുദ്രാക്ഷരങ്ങളുടെ ഭാഷാ നൈപുണ്യവേദിയിൽ ഭാവപകർച്ചയുടെ നിറച്ചാർത്ത്. അഭയം 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 ത്രിത്വൈക ദൈവനാഥാഭയം ദൈവപുത്ര യേശുവേ അഭയം പരിശുദ്ധാത്മാ ഹൃത്തിലായ ഭയം ഗാഗുൽത്താൻമല ബലിവേദിയ ഭയം അഭയം പാപികളായ മനുഷ്യർക്കെന്നും നന്മ നിറയുമീ അഭയ സങ്കേതങ്ങൾ കൃപയായ ഭയം പരമായ ഭയം അഭയഭാവങ്ങൾ മിഴി തുറന്നാൽ ദിവ്യാത്ഭുതം മനുഷ്യരിൽ നിറയുമീ ദൈവിക ഭാവം ദിവ്യാനുഭൂതി അഭയഭാവം സ്വർഗലോക വർണ്ണപ്രപഞ്ചം മനതാരിൽ കുളിരായി പെയ്യും അഭയം എത്രയെത്ര സഹനങ്ങളിൽ അഭയം അത്രയും മനഃശാന്തിയായി അറിഞ്ഞിടുന്നു ഞങ്ങൾ അഭയം ദൈവം മാത്രമീ ഉലകിൽ അമലയാം കന്യാമേരി യേശുവിനമ്മയാകും മേരി സ്വർഗരാജ താതാഭയം മേരി ലോകത്തിൻ മാതാവായി ലോകപാലകൻ ദൈവത്തെ ഓർത്തവൾ സഹനശക്തിയായി ജ്വലിച്ചു നിന്നു സ്നാനം കൊടുത്തവൻ യോഹന്നാൻ ജോർദാന നദിയിൽ യേശുവിനായി സ്വർഗവാതിൽ തുറന്ന സമയം ആത്മാവായി വിടർന്നൊരു സമയം സ്വർഗീയ സ്വരമത് ഉയർന്നൊര സമയം പ്രതിരൂപമായ അഗ്നിയായി ആത്മാവിൽ കത്തി ജ്വലിച്ചു ഹൃദയം കല്യാണ വിരുന്നിൽ മാതാവിൻ അഭയം അനശ്വരമാക്കി യേശുവന്ന് മാതാവിൻ ആജ്ഞയാൽ അത്ഭുതമായി വെള്ളത്തിൽ നിന്നതാ മുന്തിരിച്ചാർ നിറഞ്ഞു കവിഞ്ഞല്ലോ ഭരണി ആദ്യാത്ഭുതമായ യേശുദേവൻ
nisa sa nisa gari nisa gama ma nisa gama ni ba ma pa ga re ga re ga re ga re ga re ga re ga ma ga re ga re ga ma ga re ga ma pa pa ni da ma da sa da ma ga pa ni ba ga re ma da ma re sa ga ba ma re ni pa ni nisa ga re sa ga ma pa ga re nisa ga re sa ga ma pa ga re nisa ga re sa ga ma pa ga re nisa ga re sa ga ma pa ga re sa ga ma pa ga re ni ma da ni da sa ga ma pa ga re ni ma da ni da ni da ni da ni da ma ga ma re sa ga ma pa sa ga ma pa sa ga ma pa ജനങ്ങൾ തൻ മധ്യത്തിലായി വിരഹം വേദന വ്യഭിചാരിണി വലിച്ചിഴച്ച് കൊണ്ടുവന്നു കുളിരായി തീർന്നൊരു അഭയം വിധിയായി കല്ലുകൾ വലിച്ചെറിഞ്ഞവർ ദൈവനീതിയാൽ തല കുനിച്ചു യേശുവിൻ വാക്കുകൾ കേട്ടു അവൾ പതറാതെ തളരാതെ ജീവൻ അനശ്വരമാക്കി വ്യഭിചാരിണി യേശുവിൻ വാക്കുകൾ അനശ്വരമാക്കിയ ശിഷ്യരും സകലരും അറിഞ്ഞൊരു കരുണയും മാലാഖവൃന്ദമായി വിശുദ്ധരായും അലതല്ലുമാമോദം മകളെ നിറച്ചൊര മൃതിയെ ഓർക്കുന്നൊരു വേള ബലിയായി തീർന്നൊരു അഭയം നിറയുമി പാപികൾ എന്നും പാടും കർത്താവേശുവേ മക്കളെന്നും നിന്റെ സ്വന്തം കുരിശിലിന്നഭയം അടിമുടി അടികളായ യഹൂദർ കുരിശതിൽ തീർത്തൊരലോകം യൂതപ്രമാണികൾ തറയ്ക്കുന്നു ആണികൾ സ്നേഹമാം നാഥനിൽ അഭയമോ തിന്മയോ നന്മയോ സ്നേഹസങ്കൽപ്പങ്ങൾക്കനുകൂലമാ നിറവാകേണ്ടൊരു ഹൃദയം ഗുരുവിനെ പ്രണമിക്കൂ നിങ്ങൾ വിശ്വാസദീപ്തിയായി നിറയും അഭയമാകേണ്ടവർ നമ്മളോ ഉണർന്നിരിക്കേണ്ടവർ പാപികൾ ലോക പാപികൾ നമ്മൾ അറിയുമീ വചസ്സുകൾ കപടനാട്യമല്ല ഭയം ഓർക്കുക നിങ്ങൾ ജീവസാക്ഷിയായി വരൂ വന്നു നിൽക്കൂ മാറ്റുക പാപങ്ങൾ മാറ്റുക ക്രോധം നേടുക പൈതൃക മൂല്യങ്ങൾ നന്മതൻ വഴികളെ വികലമാക്കിയിടാതെ അറിയൂ സുവിശേഷം സുരഭില സുന്ദര സുവിശേഷ വാക്യങ്ങൾ മനസ്സിൽ അമൃതായി നിറയ്ക്കൂ നിറമായി പൂക്കളായി മണമായി ശബ്ദമായി താളമായി സ്വരമായി നിറയും യേശുവെന്നും മനുഷ്യർക്കായി അഭയം 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 അഭയം
കോഴിക്കോട് രൂപതയുടെ കീഴിൽ വയനാട്ടിലുള്ള ചുണ്ടൽ എന്ന പ്രദേശത്തെ വിശുദ്ധ യൂദാ തദോസിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിലെ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമിതിയുടെ കോർഡിനേറ്ററായാണ് ഞാൻ. സമിതിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇവിടെ പുരോഗമിക്കുന്നു. PSC ഓൺലൈൻ രജിസ്ട്രേഷൻ സമ്പൂർണ്ണമായും നടപ്പിലാക്കി. LDC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുന്നോടിയായി കുട്ടികൾക്കുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടിരിക്കുന്നു. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം മാത്രമാണ് ഞങ്ങളുടെ പുരോഗതി. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അവരെ ഗവൺമെൻറ് സർവീസുകളിലെത്തി ഏറ്റവും നല്ല രീതിയിൽ അവർക്കൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാവിധ പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിന്റെ മഹത്വവും ദൈവികതയുടെ കരുത്തും മാനവരാശിയുടെ രക്ഷയുടെ മാർഗവുമാകുന്നു കാലത്തിനു മുന്നേ എഴുതപ്പെട്ട വചനശക്തി. കാലാന്തരത്തിൽ ജീവിതത്തിന്റെ നേർസാക്ഷ്യമാകുന്ന നിമിഷങ്ങൾ. ദൈവത്തിൻ വചനങ്ങൾ താളുമറിക്കുമ്പോൾ നിങ്ങൾക്കും കാണാമേ മക്കബായ. അന്തിയോക്കോസ് വരുന്നേ ഏലയ്യ ഏലയ്യ, എപ്പിഫാനോസ് വരുന്നേ ഏലയ്യ ഏലയ്യ. ദൈവത്തെ മാറ്റി നിർത്തി രാജാവാം നീതന്മാർ സേവൂസ് ദേവനെ തൊഴണത് കണ്ടോടി. ഇത് യഹൂദർ കാണാനായി രാജാവിന്റെ പുറപ്പാട്. ഒരമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശ്വാസദീപ്തിയാൽ മക്കളെ അമ്മ രക്തസാക്ഷിയാക്കി ധീരമായവൾ. പ്രാണഭയമൊന്ന് നോക്കാതെ അവളൻ ദൈവമെന്നു കരുതിയൊരമ്മ. ദൈവത്തെ മറക്കാത്ത 7 മക്കൾ. സേവൂസ് ദേവനെ തൊഴുതു വണങ്ങാത്ത ദൈവത്തെ സ്നേഹിക്കും പൊന്മക്കളും. അമ്മ തൻ കുടിലിൽ അത്താഴമുണ്ടുറങ്ങി അവരാമോദമായി ഉറങ്ങി. വിശ്വാസതീഷ്ണയാം അമ്മയോ ഗ്രീക്കിലെ രാജാവ് ക്രുദ്ധനായി. യഹൂദ വിശ്വാസം തല്ലി തകർക്കുവാൻ ഘട്ടം കൂട്ടിയെന്ന് അന്തിയോക്കസ്. കുതികുത്തി വന്നൊരു കൂരനവൻ മന്നുവൻ മൂത്തവനെ കണ്ടതും ചട്ടം കെട്ടി തടഞ്ഞു നിന്നു. ഒരു ഞൊടിക്കിടയിൽ നേരം അമ്മതൻ കൺമുമ്പിലുള്ള മൂത്തപുത്രനെ കൈകാൽ കെട്ടി നാവു പിഴുതെടുത്ത് ആ വരവട്ടിയിലിട്ട് ചുട്ടുകരിച്ചു. ഇടനെഞ്ച് പിടഞ്ഞവൾ കരഞ്ഞു പാവം. അമ്മ ദൈവത്തെ മനസ്സിൽ കുടിയിരുത്തി ധീരതയോടമ്മ ഉറച്ചു നിന്നു. അമ്മയെ കൊല്ലാൻ അവസാന തന്ത്രം. മക്കളിൽ ഒരാളും സേവൂസ് ദേവനെ തൊഴുതില്ലത്രേ. സാധുവാ മക്കളെ തലവെട്ടാൻ വിധിയായത്രേ. പിടിവാദമില്ലാതെ വിചാരണയില്ലാതെ ഉടനടി ശിക്ഷ നടന്നു. അവരുടെ നാവുകൾ പറിച്ചെടുത്തു. ദേഹം വറച്ചട്ടിയിൽ വീണു കരിഞ്ഞു പോയി. മരണം വരിച്ചവരെയും ദൈവത്തിനോമന മക്കൾ ഇതുകൊണ്ടൊന്നും അരിശമടങ്ങാത്ത അന്തിയോക്കോസ് വീണ്ടും ഒരാജ്ഞയായി. തള്ളയുടെ നാവ് പിഴുതെടുത്ത് ശിരസിലെ ചർമ്മം വലിച്ചൂരി വറച്ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്നേഹമാം ദേഹം ചുട്ടുകരിക്കുന്നു. സൃഷ്ടാവാം ദൈവത്തെ സ്നേഹിച്ച തെറ്റിന് മണ്ണിലും മലയിലും കല്ലിലും ഉള്ളിലും വാടണയേകണേ ദൈവാത്മാവേ.
തൻ മനതാരിൽ സ്നേഹമൊരു പുൽനാമ്പായി മുളയെടുക്കും. ഇനി അത് വളർന്നൊരു വിശ്വാസ വൃക്ഷമാകും. വിശ്വാസം മുറുകെ പിടിച്ചോരമ്മ, മഹതിയായി മാറിയ യഹൂദപുത്രി, മരിച്ചാലും ദൈവത്തെ സ്നേഹിക്കാൻ ചൊല്ലിയ അമ്മ തൻ നന്മയെ